ഹായ് ഫ്രണ്ട്സ്, 2 ദിവസത്തിനുള്ളിൽ നമുക്ക് SSLC റിസൾട്ട് അറിയാൻ സാധിക്കും അല്ലേ? അപ്പോൾ എല്ലാവരും ഫുൾ A+ ഒക്കെ കിട്ടാൻ വേണ്ടി ഇങ്ങനെ വളരെ സന്തോഷവാന്മാരായിട്ടിരിക്കുകയാണോ? വളരെ ആകാംക്ഷയായിട്ടിരിക്കുകയാണോ? എന്തായാലും നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് എന്താണോ അതിൽ നമ്മൾ വളരെ സന്തോഷവാന്മാരായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നമുക്ക് ഫുൾ A+ കിട്ടുന്നവരുണ്ടാവും, 9A+ കിട്ടുന്നവരുണ്ടാവും, 8A+ കിട്ടുന്നവരുണ്ടാവും അല്ലേ? നമ്മൾ എപ്പോഴും എത്ര കിട്ടിയെന്നുള്ളതിനേക്കാൾ നമ്മൾ എപ്പോഴും എത്ര പോയി എന്നുള്ളതായിരിക്കും നമ്മൾ ചിന്തിക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഭംഗിയായിട്ട് ചെയ്തു അല്ലേ? ഇനി നമുക്ക് എന്താണോ നമ്മുടെ റിസൾട്ട് വരുന്നത് അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കുക. ഈ വർഷം ഒരെണ്ണത്തിന് കുറഞ്ഞു പോയെങ്കിൽ നമുക്ക് അടുത്ത വർഷം വീണ്ടും കൂടുതൽ പഠിക്കാനായിട്ടുള്ള അവസരം +1-ലും +2-ലും ഒക്കെ നിങ്ങളെ കാത്തിരിപ്പുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും ഫുൾ മാർക്ക് മേടിച്ച് എല്ലാവർക്കും എല്ലാ പരീക്ഷയിലും വിജയിക്കാനായിട്ടൊന്നും സാധിക്കത്തില്ല. നമ്മൾ നമ്മുടെ പങ്ക് എന്താണോ അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക. അപ്പോൾ കിട്ടുന്നതിൽ നിങ്ങൾ വളരെ സന്തോഷവാന്മാരായിട്ടിരിക്കുക. നമുക്കൊരു അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇപ്പോൾ +1-ലെ കൊമേഴ്സിനോ അല്ലെ സയൻസിനോ ഏതാണോ ഹ്യൂമാനിറ്റീസോ ഏതാണോ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു അഡ്മിഷൻ കിട്ടാനുള്ള ഒരു അവസരം ദൈവം തരട്ടെ. എല്ലാവിധ ആശംസകളും.